മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മാനപ്പെട്ടവർ പറഞ്ഞു, എനിക്കൊരു സംഭവം ഓർമ്മയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ ആരാണ് നബിയേ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ ആരാണ്? നല്ലൊരു ചോദ്യമാണ് അതല്ലേ. അല്ലാഹുവിന് ഇഷ്ടമുള്ളവർ ആരാണ്? നമുക്കൊക്കെ അങ്ങനെ ആവണ്ടേ? അല്ലാഹുക്ക് ഇഷ്ടമുള്ളവരാവണ്ടേ? അങ്ങനെ വേണ്ട, ആവണം അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളാക്കി തരട്ടെ. ആരാന്നറിയോ? ഞാൻ പറയട്ടെ, അതിന്റെ മറുപടി പറയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നവരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താണ് പറയുന്നത്? ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവര് അവരാണ് ഏറ്റവും നല്ലവര്. ഒരു കല്യാണം നടന്നാൽ അവരെ കൊണ്ട് വാക്കുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവൂല. അങ്ങനത്തെ ഒരു കുടിയിരിക്കൽ കഴിഞ്ഞാൽ, ഹൗസ് വാമിംഗ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചോറ് കഴിച്ചൊക്കെ പോന്നിട്ടുണ്ടാവും 1-2 ഡയലോഗ് പറയല്. ആ പെരക്കാരൊക്കെ തീരെ ഇഷ്ടപ്പെടൂല അല്ലെ? ഒരു കല്യാണ നിശ്ചയം നടക്കുമ്പോ ഏതെങ്കിലും ഒരുത്തുണ്ടാവും ഒരു കൊമ്പെടുത്ത് വർത്തമാനം പറയല്, അയാളത് പറയണ്ടില്ലായിരുന്നു. ഇങ്ങനെയൊന്നും ആരും വിഷമിപ്പിക്കാത്തവർ. അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവര്, അങ്ങനത്തെവരാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. ആര് പറയാ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ പറയവിടെ? ജീവിതകാലം ഓരോ കൊല്ലം ഓരോ ഹജ്ജ് ചെയ്തവരെന്ന് പറഞ്ഞുകൂടെ നബി തങ്ങൾക്ക്? ഇത്ര കൊല്ലം നോമ്പ് നോറ്റവര്, ഇത്ര നിസ്കാരം, രാത്രി നിസ്കരിച്ചൊക്കെ പറയാലോ. അതൊക്കെ ഫർളുകൾ ഒഴിവാക്കിയുള്ള കളിയല്ല ഈ പറയുന്നത് കേട്ടോ. ഫർള് നിർവഹിക്കണം, മൻഹിയാത്ത് മുഴുവൻ ഉപേക്ഷിക്കും വേണം. അള്ളാഹ് അടുക്കരുതെന്ന് പറഞ്ഞ് തൊടാൻ പാടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, ഇവരാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. അള്ളാഹു നമുക്ക് അതിനൊക്കെ തൗഫീക്ക് തരട്ടെ. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്താണെന്നറിയുമോ? അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, ശ്രേഷ്ഠമായ അമൽ എന്താ നബിയെ? ചോദ്യം വരാറുണ്ട്. കൂലിയുള്ള അമൽ എന്താ നബിയെ? അങ്ങനെ ചോദ്യം വരാറുണ്ട്. ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന അമൽ എന്താ നബിയെ? അങ്ങനെയൊക്കെ ചോദിക്കും. ഇവിടെ ചോദിക്കുന്നത് വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്താ നബിയെ? അള്ളാഹ്ക്ക് പൊരുത്തമുള്ള അമൽ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും? മനസ്സിൽ ഓരോന്നും ഇങ്ങനെ വരുന്നില്ലേ? എന്തായിരിക്കും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർ? അങ്ങനെ പറയില്ല നമ്മള്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, ഉസ്താദിന് ഇഷ്ടമുള്ള ഭക്ഷണം. ഏതോ ഉസ്താദിന് കുമ്പളം കൊടുത്ത കഥ കാണുന്നുണ്ട് അല്ലേ? അത് അടിച്ചു കൂടുന്നുണ്ട് തോന്നുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അയാൾക്ക് സമ്മാനമായി കൊടുക്കുക, അതൊരു വലിയ സന്തോഷമുള്ള കാര്യം. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ ഖൽബിലേക്ക് നിങ്ങൾക്ക് കടത്തി കൊടുക്കാൻ കഴിയുന്ന സന്തോഷമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഒരു മുസ്ലിമായ മനുഷ്യൻ, അവൻ ചിലപ്പോ ജന്മം കൊണ്ട് മുസ്ലിമായിരിക്കാം, നിസ്കരിക്കാത്ത ആളായിരിക്കാം, പക്ഷേ മുസ്ലിമീങ്ങളിൽ ഗണിക്കപ്പെടുമോ? ഗണിക്കപ്പെടും. മരിച്ച മയ്യിത്ത് നിസ്കരിക്കണ്ടേ? നിർബന്ധമാണ്. അങ്ങനെയാണ്. പിന്നെ അല്ലാഹ് പുറത്തെടുക്കില്ല, അള്ളാഹുവിനെ അറിയുള്ളൂ. നമ്മുടെ മുമ്പിൽ ലാഹിറ കൊണ്ട് മുസ്ലിമാണെങ്കിൽ അവൻ മുസ്ലിമാണെന്ന് ഗണിക്കണം. സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ ഖൽബിലേക്ക്, സഹോദരി, ഒരു സഹോദരിയുടെ ഖൽബിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന സന്തോഷമാണ് അള്ളാഹുവിന്റെ അമലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മനസ്സിനൊരു സന്തോഷം കിട്ടി. അങ്ങനെ പറയില്ല നമ്മള്. നമുക്ക് വിഷമുണ്ടാവുമ്പോ അത് ആരും ഇഷ്ടപ്പെടില്ല, ആർക്കും വിഷമം ഇഷ്ടമല്ലല്ലോ. സന്തോഷം കൊടുക്കുക ഖൽബിലേക്ക്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നമുക്കൊക്കെ എത്ര ചെയ്യാൻ പറ്റും? ഇതൊക്കെ എത്ര സന്തോഷം കൊടുക്കാൻ പറ്റും? അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. പിന്നെ പറഞ്ഞു തക്ഷിഫു അൻഹു കുർബതൻ, ആ മനുഷ്യന്റെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അത് നീക്കിക്കൊടുക്കുന്നത്. ഒരു അസുഖം വന്നു ഡോക്ടറെ അടുത്ത് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്ന വൈദ്യനുണ്ട്, ഡോക്ടറുണ്ട്, ഫിസിഷ്യനുണ്ട്, പോയിക്കോ മതി. ഒരു ഉപകാരം പറഞ്ഞു കൊടുത്തു. ഒരു വിഷമത്തിൽ അയാളെ സഹായിച്ചു കൊടുത്തു. ഔ തഖ്ദി അൻഹു ദൈനൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കടം അയാൾ അറിയാതെ വീട്ടിക്കൊടുക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരാൾക്ക് കടം ഉണ്ടായിരുന്നു. എത്രയും മോനെ എന്റെ കടം ഇത്രയൊക്കെയാണ്, 10,000 രൂപയാണ്. ആർക്കാ കൊടുക്കാനുള്ളത്? നമ്മുടെ അംസാജിക്കാ കൊടുക്കാനുള്ളത്. അംസാജി
നിങ്ങൾ അബൂബക്കർ നിങ്ങൾക്ക് തരാനല്ലേ 10,000 റുപ്യ, അതാണ് ഇനി അബൂബക്കറിനോട് ചോദിക്കണ്ട കേട്ടോ. അബൂബക്കറെ നിങ്ങളെ കടക്കാരോ കൂട്ടിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട്, സന്തോഷിച്ചോ, അള്ളാഹുവിനെ സ്തുതിച്ചോ. അത് ഞാനാന്ന് പറഞ്ഞ് നടക്കരുത്, അത് പ്രശ്നം. അത് ഞാനാട്ടോ, ഞാൻ വരുമ്പോ എഴുന്നേറ്റുന്നോണ്ടിട്ടോ, ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു ഉപകാരം ചെയ്താൽ തിരിച്ചൊരു ഉപകാരം പ്രതീക്ഷിക്കാൻ പാടില്ല, ഒന്നും പ്രതീക്ഷിക്കണ്ട. ദുന്യാവിലേറ്റ കിട്ടൂല, അതാണ് എന്റെ അത്ഭുതം. ഉപകാരം ചെയ്താൽ പിന്നെ ഉപദ്രവം ഉണ്ടാവുള്ളൂ. എത്രയോ പള്ളി കമ്മിറ്റിക്കാരും മഹല്ല് കമ്മിറ്റിക്കാരൊക്കെ അല്ലേ, അവർ ഈ വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞിട്ട് 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് ഒരു കൊല്ലം നടത്തിക്കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് കമ്മിറ്റി മാറാ. ഏതെങ്കിലും ഒരു മെമ്പർ അക്കാലം വരെ ജുമഅക്ക് വരാതെ അന്ന് ജനറൽ ബോഡി ഉണ്ട് നന്ന് വന്നിരിക്കാരോ ഓന്റെ വക ചോദ്യം, പിന്നെ 100 റുപ്യന്റെ കണക്കിട്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. 5 വയസ്സ് പള്ളി കൊടുക്കാത്ത ആളായിരിക്കും. പക്ഷെ ആ ഒരു സമൂഹം ഉപകാരം ചെയ്ത ആളുകളെ വിഷമിപ്പിക്കുക, ഇറങ്ങിപ്പോകുമ്പോ നാണക്കേടായി ഇറങ്ങിപ്പോട്ടെ. ഇവർ ചെയ്ത ഉപകാരങ്ങളൊക്കെ കണ്ടില്ല എന്ന് വിചാരിക്കേ. തെറ്റ് മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ലേ, തിരുത്തി കൊടുക്കുക, പുറത്തു കൊടുക്കുക, പരസ്പരം ആ വിഷയത്തിൽ പരിഹരിക്കാൻ സഹായിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അവരുടെ വിശപ്പ് നിങ്ങൾ തടഞ്ഞു കൊടുക്കുന്നത്, വിശപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇനി മുത്തുനബി പറയുന്നു, ഒരു മനുഷ്യന്, ഒരു സഹോദരന് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാകുമ്പോ അയാളുടെ കൈപിടിച്ച് ഞാൻ നടന്നു പോവലാണ്. അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദ്, എന്റെ പള്ളിയായ ഈ അൽ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഒരാൾക്ക് ഒരാവശ്യം വരുമ്പോ അയാളുടെ കൈപിടിച്ച് നടന്നുപോയി ആ ആവശ്യം ചെയ്തു കൊടുക്കലാണ്. ഷഹ്റൻ, ഈ പള്ളിയിൽ 1 മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരാളുടെ വിഷമം തീർത്തു കൊടുക്കലാണ്. അതുകൊണ്ട് പൊതുപ്രവർത്തകന്മാർ സന്തോഷിച്ചോളൂ, ഇഖ്ലാസ് ഉണ്ടാവുക, നിയ്യത്ത് നന്നാക്കുക. എന്ത് ചെയ്യണ്ട, പരസ്യത്തിന് വേണ്ടി ചെയ്യേണ്ട, അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ ഇങ്ങനെ കൂലി കിട്ടുന്ന അമലാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. വമൻ കളമ ഗൈള, ഏതെങ്കിലും ഒരാൾ തന്റെ ദേഷ്യം കടിച്ചിറക്കിയാൽ, വലൗ ശാഅ അൻ യുംളിയഹു അല്ലാഹ്, ദേഷ്യം വരുമ്പോ താൻ ഏതൊരു വിഷയത്തിലാണോ പകച്ചു നിൽക്കുന്നത്, ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്, ആ വിഷയം ദേഷ്യത്തോടെ തന്നെ ചെയ്യാനോ പറയാനോ സാധിക്കുമെന്നിരിക്കെ പകരം വീട്ടാൻ സർവ കഴിവുകളും ഉണ്ടായിരിക്കെ തന്നെ ആ മനുഷ്യൻ അത് കടിച്ചു പിടിച്ച് ക്ഷമിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞു, അതേപോലെ അതിനപ്പുറം ചീത്ത പറയാൻ കഴിയും. പറഞ്ഞില്ല, ഇങ്ങോട്ട് ഉപദ്രവിച്ചു, ഒന്നും ചെയ്തില്ല തിരിച്ച്. അവര് നമ്മളെ കല്യാണം കൊളാക്കിയ ആൾക്കാരാണ്, അവരുടെ കല്യാണം വരുന്നുണ്ട്, നമ്മളവിടെ സപ്ലൈമാരാണ്. കുറെ പെങ്കിന്റെ ആൾക്കാരുണ്ടാവുമല്ലോ, പെങ്കി കൂപ്പാറ്റ്, നമ്മളവിടെ ഇറങ്ങി, നമ്മളെ വീട്ടുകാരല്ലേ, നമുക്ക് സഹായിച്ചു കൊടുക്കുക, നമ്മളങ്ങ് ഇറങ്ങി കൊടുക്കുക. അവര് നമ്മുടെ കല്യാണം മോശാക്കിയ ആൾക്കാരാണ്, മുടക്കാൻ വന്ന ആൾക്കാരാ, ആയിക്കോട്ടെ നമ്മൾ അങ്ങോട്ട് നന്മ ചെയ്യാം. ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ ഇങ്ങനെ, ഇതൊന്നും കഴിയൂല സാധാരണക്കാരായ ജനങ്ങൾ, നമ്മൾ ആലോചിച്ച് നോക്കി, ഇതൊന്നും നാട്ടു നടപ്പില്ലാത്ത സംഗതിയാണ്. ഇങ്ങനെയൊക്കെ വേദം പറഞ്ഞ ഈ മൂലേരി നാട്ടിലൊന്നല്ല, മൂപ്പരെവിടെയോ ജീവിക്കുകയാണെന്ന് പറയുന്നത് അല്ലേ. പക്ഷെ ഇത് ഹദീസാണ്, അല്ലാഹുവിന്റെ റസൂലായി പറഞ്ഞിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആരെങ്കിലും കടിച്ചു പിടിച്ചാൽ, മല അല്ലാഹു ഖൽബഹു യൗമൽ ഖിയാമത്തി റിദാ, മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണു തുടച്ച് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മഹ്ശറിലേക്ക് നടന്നു ചെല്ലുന്ന ഖിയാമത്തിന്റെ നാളിൽ ഖൽബിൽ നിറയെ അള്ളാഹു പൊരുത്തം കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യപ്പെട്ടിരുന്നൊരു വിഷയം, തന്നെ ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് പ്രതികാരം ചെയ്യാനോ, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവരോട് തിരിച്ച് ചീത്ത പറയാനോ, ഇങ്ങോട്ട് പരിഹസിച്ചവരെ അങ്ങോട്ട് പരിഹസിക്കാനോ കഴിയുമായിരിക്കെ ചെയ്യാതിരിക്കുന്നത്. 2 കാലില്ലാത്തവൻ ഇരിക്കുകയാണ്, ഞാൻ അങ്ങനെ എണീറ്റാലേ കാണിച്ചു തരാം, അതല്ല, അവനെ എണീക്കാൻ പറ്റൂല എന്ന് എല്ലാവർക്കും അറിയാം. 2 കാലുള്ളവൻ ഇത് പറയുമ്പോഴാണ് ഈ കൂലി കിട്ടുക, അവനത് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്താൽ മല അല്ലാഹു ഖൽബഹു യൗമൽ ഖിയാമത്തി റിളാ, ആ മനുഷ്യന്റെ ഖൽബിൽ അല്ലാഹു പൊരുത്തം നിറച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ومن مشى مع أخيه في حاجته حتى يقضيها له. ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു പ്രയാസം വന്നപ്പോ അത് ഞാൻ തീർത്തു തരാം, ആ വിഷമം ഞാൻ പരിഹരിച്ചു തരാം, ആ വിഷമം അത് എനിക്ക് വിട്, ഞാനത് നടപ്പാക്കി തരാം എന്ന് പറഞ്ഞാൽ സബ്ബത്തല്ലാഹു ഖദമൈഹി യൗമ തസൂലുൽ അഖ്ദാം. കാലുകൾ ഇടറിപ്പോകുന്ന അന്ത്യനാളിൽ ഇവന്റെ കാലുകളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇസ്ലാം. ഇതൊക്കെ കൂലിയാണ്, ഇതൊക്കെ ഇബാദത്താണ്. എല്ലാം ഇബാദത്ത്. നിസ്കാരത്തിന് കൂലി പറഞ്ഞ പോലെ ഇതിനൊക്കെയുള്ള കൂലി എത്രയാണ്, എത്രയാണ്. നിസ്കാരങ്ങൾ മനോഹരമാവണം. നിസ്കാരം ഒഴിവാക്കിയുള്ള പൊതുപ്രവർത്തനമല്ല ഈ പറഞ്ഞത്, നിസ്കരിക്കാതെയുള്ള ഏർപ്പാടുകളല്ല ഈ പറഞ്ഞത്. നിസ്കാരം നിലനിർത്തിയിട്ട് അള്ളാഹു ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്തതിന്റെ ശേഷം ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക, അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുക. ഭയങ്കര കൂലിയാണ്. പക്ഷെ എന്ത് ചെയ്യണം? മുതൽ മുടക്ക് നിസ്കാരമാണ്. അത് എന്ത് ചെയ്യരുത്? മോശാക്കരുത്. അത് കൃത്യമായിട്ട് ചെയ്യുക. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.